ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം വീട്ടിലെത്തിയിട്ടോ. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ആകെ മടുത്തപ്പോൾ ഒന്നും ചെയ്തില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒക്കെ ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഇവിടെ ഭയങ്കര മഴയാട്ടോ. അപ്പോൾ മിറ്റൊന്നും അടിക്കാൻ ഇറങ്ങിയില്ല. ഇത്രയും ദിവസം ഒരാഴ്ച ഞാനില്ല, ഒന്നൊന്നരാഴ്ച ഇവിടെ ഇല്ലാണ്ടായപ്പോഴുള്ള അവസ്ഥ കാട്ടിത്തരാം കേട്ടോ. ഇന്നലെ പിന്നെ ഒന്നിനും പറ്റിയില്ല. വന്നതേ കുളിച്ച് കയറി ഒറ്റ കിടത്തായിരുന്നു. ബസ്സിൽ വരുമ്പോൾ ഛർദ്ദിച്ചു പോയി. അപ്പോൾ ഭയങ്കര ക്ഷീണമായിപ്പോയി. പിന്നെ അവിടുന്ന് വരുമ്പോഴേ ചെറിയ ജലദോഷം കോളും ഉണ്ടായിരുന്നു. അതാ ചെറുങ്ങനൊന്ന് ചോർന്ന് മിറ്റടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴേക്കും അടുത്ത മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ശക്തിയിൽ വരുന്നുണ്ട്. എന്താ ചെയ്യാറിയില്ല. വേണ്ട എൻ്റെ വീടും മുറ്റത്തിൻ്റെ പരിസരമൊക്കെ കിടക്കുന്ന റംബൂട്ടാൻ മൊത്തം പഴുത്ത് വാവൽ കൊത്തിയൊക്കെ വീണ് ഉണങ്ങി കിടക്കുന്നുണ്ട്. മരത്തിലും ഉണ്ട് കേട്ടോ, ഒക്കെ വീണ് കിടക്കുക. ടാങ്കൊക്കെ കഴുകണം, വെള്ളം പിടിക്കണം. അങ്ങനെ മഴ പെയ്താൽ മഴയത് ഇറങ്ങി ഒന്നാമത് ജലദോഷം. അപ്പോൾ എന്താ ചെയ്യാറില്ല. മഴയ്ക്ക് നല്ല എന്താ വീടിൻ്റെ ഉള്ളിലൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ എൻ്റെ ചൂല് ഞാൻ എടുത്ത് അകത്തേക്ക് വെക്കാതെ പുറത്ത് കുത്തിച്ചാരി വെച്ചിരുന്നു. അപ്പം അടിക്കുന്ന ചൂല് അത് മൊത്തം ചെതൽ നിന്ന് കൈ അടിക്കാൻ വേണ്ടി പിടിയിൽ കൈ പിടിച്ചപ്പോഴേക്കും ബാക്കി ഭാഗം മൊത്തം ചെതലടിച്ചിട്ടൊക്കെ പോയി. അപ്പോൾ ഇന്ന് തിരുവമ്പാടി പോയി ചൂല് വാങ്ങിയിട്ട് വരണം, എനിക്ക് വീട് അടിച്ച് വരണമെങ്കിൽ. ആ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇനി ഇപ്പം തൊട്ടിട്ട് ഓരോ പണി ഇങ്ങനെ തുടങ്ങണം. അടിക്കണം, തുടയ്ക്കണം, വെള്ളം പിടിക്കണം. ഫുഡൊന്നും ഉണ്ടാക്കി ഇന്നലെ വന്നിട്ട് ഉണ്ടാക്കിയില്ല. ഇന്നലെ വരുമ്പോൾ കഴിച്ച് പോകുന്നു കടന്നതാണ്. ഞാൻ ഇന്ന് രാവിലെ നേരെ വെളുത്ത് ഒന്നും ഉണ്ടാക്കിയില്ല. എല്ലാം ഇട്ട് കഴുകി വൃത്തിയാക്കിയാലേ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. രാവിലെ തന്നെ തിരുവമ്പാടി പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് വേണം. ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും ഇവിടെ വാങ്ങി വെച്ചില്ല, വന്നിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ട്. അപ്പം ഇനി എല്ലാം പോയി വാങ്ങി വന്നിട്ട് വേണം ഉണ്ടാക്കാൻ. മഴ ഇച്ചിരി ചോർന്നപ്പം ഞാൻ ടാങ്ക് കഴുകാൻ പോകാം കേട്ടോ. ടാങ്കിൻ്റെ അവസ്ഥ ഞാൻ കാട്ടിത്തരേ. നല്ല തണുപ്പുണ്ട് മഴ പെയ്തപ്പോൾ. അവിടെയാണ് ചൂടെടുത്തിട്ട് നിൽക്കാൻ വയ്യ, ഭയങ്കര വെയിലും ചൂടും. അവിടെ തണുപ്പാണ്. വഴിയൊക്കെ ഞാൻ വന്നപ്പോഴേക്കും മുകളിലത്തെ വീട്ടുകാർ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ കാടൊക്കെ വെട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ടോ, എൻ്റെ റംബൂട്ടാൻ പഴുത്തിക്കുന്നുണ്ടോ? അത് മഞ്ഞ റംബൂട്ടാനല്ല, ചുമപ്പാട്ടോ. പക്ഷേ പഴുത്ത നോക്ക്, പഴുത്ത മൊത്തം വാവൽ കൊത്തിയിട്ടുമുണ്ട്. കണ്ടോ, നമുക്ക് കാണുന്നുണ്ടോ അറിയില്ല, ഒക്കെ കൊത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ചാടിപ്പോയി. ഇനി കുറച്ചേ ഉള്ളൂ, പറിക്കാനും കിട്ടില്ല. എങ്ങനെയും പറിക്കണേ തന്നെ, പറിച്ചാൽ തന്നെ മൊത്തം പാവൽ കൊത്തി. മഴ പോയില്ല, മഴ പാറ്റുന്നുണ്ട്. പനി പിടിക്കാനുള്ള എല്ലാ ലക്ഷണവും. എൻ്റെ മുകളിലത്തെ മൂടിയൊക്കെ ഇന്നലത്തെ രാത്രിയിലത്തെ കാറ്റിന് പറന്നു വീഴുന്നു. ഇതുണ്ടോ, നിറച്ച് അഴുക്ക. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് പൈപ്പിൽ വെള്ളമുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം പിടിച്ച് വെക്കണം. അപ്പോൾ ഇതാ താഴെയാണ് വീട്. ഈ സൈഡ് തേച്ചിട്ടില്ല കേട്ടോ, മുൻഭാഗം മാത്രമേ വീടിൻ്റെ തേച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ടാങ്ക് കഴുകട്ടെ. കഷ്ടപ്പെട്ട് ടാങ്ക് കഴുകി വെള്ളം പിടിച്ചപ്പോൾ വെള്ളം കലക്ക് വെള്ളം വരുന്നത്. എന്നിട്ട് ഞാൻ മൊത്തം തുറന്നിട്ട്, ഇതുകൊണ്ട് കലക്ക് വെള്ളം. ഈ വെള്ളം കുടിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ അവിടെ പൈപ്പ് തുറന്നിട്ട് ഈ വെള്ളം മൊത്തം കളഞ്ഞിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തെളിഞ്ഞ വെള്ളം വരുമായിരിക്കും. അപ്പോൾ അത് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആക്കിയാൽ വെള്ളം അവിടെ കലക്കവിടെ ഊറും. എന്തൊരു കഷ്ടമാണ് നോക്കിയേ. ഞാൻ വീണ്ടും ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടോ. ആ വെള്ളമൊക്കെ കളഞ്ഞ് ഇനി കുറച്ച് കഴിയുമ്പോൾ നോക്കാം. വെള്ളം തെളിഞ്ഞ് വരുവാണെങ്കിൽ പിടിക്കാം, അല്ലെങ്കിൽ കലക്ക് തന്നെ പിടിച്ച് വെക്കേണ്ടി വരും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ തെളിവായിരിക്കും.
അമ്മു വന്നു. ഞാനിനി തിരുവമ്പാടി പോയിട്ട് സാധനം വാങ്ങി വരാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാട്ടോ. മിറ്റം മാത്രം അടിച്ച് വാരിയിട്ടുള്ളൂ. ബാക്കി പണീന് വന്നിട്ട് വേണം, തിരുവമ്പാടി പോയി വന്നിട്ട് വേണം ബാക്കി പണി ചെയ്യാൻ. മൊത്തം വൃത്തിയാക്കിയിട്ടോ. കാടൊക്കെ പറിച്ച് മുകളിലത്തെ ചേട്ടനും ചേച്ചിയും കൂടെ കാടൊക്കെ പറിച്ച് അടിപൊളിയാക്കിയിട്ട് ഞങ്ങൾ വന്നേക്കും കേട്ടോ. എൻ്റെ താഴെ വരെ കാണാം. വേറെ അപ്പം ഞാൻ തിരുവമ്പാടിയൊക്കെ പോയി സാധനമൊക്കെ വാങ്ങി വരുന്ന വഴിക്ക് ഞാൻ ചേച്ചീൻ്റെ മുകളിലടുത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ വരുമ്പോൾ ഞാനിതാ ഇവിടെ പറമ്പിൽ അവിടെ കണ്ടോ കൂണിരിക്കുന്ന കൂണ് കണ്ടു കേട്ടോ. അപ്പോൾ അതിന് പോയി പറിക്കാൻ വിചാരിച്ചു. കൂണ് പറിക്കുമ്പോൾ നമ്മൾ അവിടെ പോയി വർത്താനം പറയാൻ പാടില്ല പോലും, പിന്നെ അവിടെ ഉണ്ടാവില്ല എന്ന് പറയണം. അപ്പോൾ ഞാൻ പോയിട്ട് മെല്ലെ അതിനെ പറിക്കട്ടെ. ഒറ്റ ഒന്നേ ഉള്ളൂ കേട്ടോ. ഏതാണ്ട് ഒരൊറ്റ കൂണ്. എനിക്ക് ഈ വർഷത്തിൽ ഇതുവരെ കൂണ് കിട്ടിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ഒരു ഇച്ചിരി നമ്മുടെ മുറ്റത്തുനിന്ന് ചെറിയ അരിക്കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അല്ലാതെ ഇങ്ങനത്തെ കൂണ് ഇവിടെ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടണത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കിഷ്ടമായി കൂണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരെണ്ണമൊക്കെ കാണുള്ളൂ, ഒന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ കൂണ് നിറച്ചുണ്ടാവില്ല. ഇത് ഒരെണ്ണം തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. ശ്വാസം മുട്ടണം. അവിടെ കയറിയിട്ട് അവിടെ മോളടുത്തേക്ക് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കുന്നത് അതിലും വലിയൊരു കൂണും കൂടി എനിക്ക് കിട്ടിയിട്ടത് കണ്ടോ. എന്ത് വലിയ കൂണാന്ന്. അതിൻ്റെ ഇപ്പുറ സൈഡിൽ നിന്ന് തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ 2 കൂണ് കിട്ടി. അപ്പോൾ ഇന്നത്തെ ഉപ്പേരിക്കുള്ള കൂണായി എനിക്ക്. ഈ കൂണ് ഞാൻ 2-3 കൊല്ലമായിട്ട് എനിക്ക് ഈ ടൈപ്പ് പന്നിക്കാലം കൂണ് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ കുറച്ച് പണിയും കൂടി ഉണ്ട്, അതൊക്കെ കൂടെ തീർക്കട്ടെ കേട്ടോ. ഫുള്ള് പണിയാട്ടോ. അപ്പോൾ തിരുവമ്പാടി പോയി വന്നു കഴിഞ്ഞിട്ട് ഇതാ പുറത്താണേതാണ്ടോ ഇരുണ്ട് മൂടി രാത്രി ആയ പോലെ ആയിട്ടുണ്ട്. മഴയാണ്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞതാ, വീണ്ടും നല്ല മഴയാണ്. അപ്പോൾ ഞാൻ അമ്മു ഒക്കെ തട്ടി അടിച്ച് വരുന്നുണ്ട്. ഞാനിതാ ഇവിടെ മൊത്തം പാത്രങ്ങളൊക്കെ കഴുകുക. ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല, അതെല്ലാം ചെയ്തിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കാൻ. പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി ബാക്കി ഇനി പൊടികളൊക്കെ ഇട്ട് വെച്ച ടിന്നൊക്കെ, ഒഴിവായ ടിന്നൊക്കെ തേച്ച് കഴുകുക കേട്ടോ. അതിൻ്റെ പരിപാടിയിലാണേ. മൊത്തം വെള്ളം ചളി പിള്ളി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്ന കൂണ് കിട്ടിയത് അത് നന്നാക്കിയിട്ട് ഇതാ മഞ്ഞപ്പൊടി ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പാൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സാധനങ്ങളെല്ലാം നിരത്തി പറിച്ചിട്ടേക്ക് അതിന് ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി വരുന്നത്. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി എല്ലാ പണിയും കഴിഞ്ഞൊന്ന് കുളിച്ച് കഴിഞ്ഞാലേ ഒരു സ്വസ്ഥതയാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് ചോറായി, കറി അടുപ്പത്തിട്ട് കൂണ് കിട്ടിയത് അത് ഉപ്പേരി വെച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ചായ കുടിക്കണം. എൻ്റെ അടുക്കളയിലെല്ലാ പണിയും കഴിഞ്ഞ് വീട് മൊത്തം അടിച്ച് തുടച്ച് എല്ലാ പാത്രങ്ങളും എല്ലാം കഴുകി പെറുക്കി എല്ലാ പണിയും കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ കറിയും കൂടി ഉണ്ടാവാൻ പിന്നെ കൂണ് കിട്ടിയത് ഞാൻ തോരൻ വെച്ചു. ചിക്കൻ വാങ്ങിയത് അത് അടുപ്പത്തിട്ടുണ്ട്. ചോറായി, കറിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ ബൈ.